ക്യാറ്റ്ലി സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. പ്രാദേശിക തലത്തിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൂമല വാർഡ് പിടിക്കാനായിട്ട് ഏറ്റവും ശക്തമായിട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട് നിലനിന്നതും ആ വാർഡിൻ്റെ ഇലക്ഷൻ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്തതും ഇവരാണ്. അവർ അന്നു മുതലാണ് ഈ കോർഡിനേറ്റർ ആയത്. തൂഫാൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട്, മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് രാവിലെ സംഘടിപ്പിച്ച ഒരു പ്രഭാത നടത്തമുണ്ട്. ആ പ്രഭാത നടത്തത്തിൽ ഇദ്ദേഹമായിരുന്നു ഇതിലെ ഒരു പ്രതിയായിരുന്നു ഇതിൻ്റെ ക്യാപ്റ്റൻ. ഓപ്പറേഷൻ തൂഫാനിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെരുമ്പാവൂരിനെയാണ് മോശമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പെരുമ്പാവൂർക്കാരാണ് എന്ന് വേറെ എവിടെയെങ്കിലും നിന്ന് പറഞ്ഞാൽ നിങ്ങൾ പെരുമ്പാവൂരുകാരാണല്ലേ, പെരുമ്പാവൂർ മൊത്തം കുഴപ്പമാണ് എന്നുള്ള നിലയിലേക്ക് പോകുന്ന ഒരു നിലയുണ്ടായി. അവിടെ സംഭവിച്ചത് ഓപ്പറേഷൻ തൂഫാനെ വെറും ഒരു ഭായി പ്രശ്നം മാത്രമാക്കി മാറ്റി. ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പിടിയിലായവർ അവർ കോൺഗ്രസിന്റെ ഭാരവാഹികളല്ല, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളല്ല എന്നാണ് സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയുമായ ജനീഷ് കുമാർ പറയുന്നത്. പ്രാദേശിക തലത്തിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൂമല വാർഡ് പിടിക്കാനായിട്ട് ഏറ്റവും ശക്തമായിട്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട് നിലനിന്നതും ആ വാർഡിൻ്റെ ഇലക്ഷൻ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്തതും ഇവരാണ്. അവർ അന്നു മുതലാണ് ഈ കോർഡിനേറ്റർ ആയത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ ആ വാർഡിൻ്റെ ചുമതലക്കാരായിട്ട് കോർഡിനേറ്റ് ചെയ്തവരാണ്. പിന്നീട് ഇപ്പോൾ CMൻ്റെ ഫേസ്ബുക്കിൻ്റെ എല്ലാം കോർഡിനേറ്ററായിട്ട് മാറിയിട്ടുള്ളത്. ഇപ്പോൾ നാട്ടിൽ സജീവമായ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. സജീവമായ കോൺഗ്രസ് പ്രവർത്തകരാണ് അവരെല്ലാവരും. ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ന്യൂജൻ കോൺഗ്രസ്, അല്ലെങ്കിൽ സതീശൻ സർക്കാരിൻ്റെ പുതിയ പേര് പൂക്കി കോൺഗ്രസ് എന്നാണ്. ആ ഗണത്തിൽപ്പെടുന്ന കോൺഗ്രസ്സാണ്. അവരാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് മുറവിളി കൂട്ടിക്കൊണ്ട്, നിങ്ങൾ ആ സമയത്തെ വിഷ്വൽ എല്ലാം എടുത്തൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് ബഹളം വെച്ചത്, ദേശത്തെ വീടിൻ്റെ മുമ്പിൽ പോയി മുദ്രാവാക്യം മുഴക്കിയത് എല്ലാം ഈ ഗ്യാങ് ആയിരുന്നു. അതിൽ പ്രത്യേകിച്ച് പെരുമ്പാവൂരിന് വെങ്ങോലയ്ക്കുള്ള പങ്ക് വളരെ വലുതാണ്. അവരെല്ലാം ഇന്ന് തൂഫാൻ്റെ വാരിയറുമായി മാറി എന്ന വലിയൊരു വൈരുദ്ധ്യം ഈ ക്യാമ്പയിനിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവരെല്ലാം മുഖ്യമന്ത്രിയുമായി അടുത്ത് ബന്ധപ്പെടുന്ന ആളുകളാണ്. മുഖ്യമന്ത്രി അവരുടെ വീട്ടിൽ പോകുന്നു, മുഖ്യമന്ത്രിയുടെ വീട്ടിലെത്തുന്നു, കേക്ക് മുറിക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുമായി അടുത്ത് ബന്ധമുള്ള ആളുകളാണ് ഇപ്പോൾ മയക്കുമരുന്നിൽ പിടികൂടിയത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പോലും മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട്, സർക്കാർ അല്ലെങ്കിൽ സർക്കാർ ഇടപെട്ട് ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് ഉൾപ്പെടെ റിമൂവ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ നിലയിൽ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ തന്നെ, നിങ്ങൾ ആ നാട്ടിൽ കാണുമ്പോൾ ഇവർ മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ തന്നെയല്ലേ? ഇവർ മുഖ്യമന്ത്രിയായിട്ട് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി മുതൽ താഴേക്ക് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസനായിട്ടുള്ള DCC പ്രസിഡന്റ്, അതുപോലെ തന്നെ പെരുമ്പാവൂരിലെ മുൻ MLA, ഇപ്പോഴത്തെ MLA, അതുപോലെ തന്നെ മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ എല്ലാവരുമായിട്ട് സജീവ ബന്ധമുള്ളവരും ഈ തൂഫാൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട്, മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് രാവിലെ സംഘടിപ്പിച്ച ഒരു പ്രഭാത നടത്തമുണ്ട്. ആ പ്രഭാത നടത്തത്തിൽ ഇദ്ദേഹമായിരുന്നു ഇതിലെ ഒരു പ്രതിയായിരുന്നു ഇതിൻ്റെ ക്യാപ്റ്റൻ. അദ്ദേഹത്തിന് പതാക കൈമാറിക്കൊണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ അവിടുത്തെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അവരുടെ വിഷ്വൽ സോഷ്യൽ മീഡിയകളിലെല്ലാം തന്നെ ഇനി ഏതെല്ലാം തരത്തിലുള്ള ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ ഡിലീറ്റ് ചെയ്താൽ പോലും അവർ തന്നെ ഇതെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി എന്തിന് അവരുടെ വീട്ടിൽ വന്നു? അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വക്താവായിരുന്ന BRM ഷഫീർ എന്തിനവരുടെ വീട്ടിൽ വന്നു? അവർ കോൺഗ്രസ് അല്ല എങ്കിൽ എന്തിനാണ് DCC പ്രസിഡന്റ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താക്കൾ ഇവരെല്ലാവരും അവിടെ വന്നത്? MLA മാർ, DCC ഭാരവാഹികൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഇവരെല്ലാവരും എന്തിനാണ് ആ വീട്ടിൽ വരുന്നത്? വെങ്ങോലയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകരുള്ള സ്ഥലമാണ്. അപ്പോൾ അവരെല്ലാവരും ജന്മനാൽ കോൺഗ്രസ് ആയിട്ടുള്ള ഒരു പ്രദേശമാണത്. അപ്പോൾ ഞാൻ കാണുന്ന പലരും അവരുടെ ചെറുപ്പം മുതലേ നമ്മളുടെ ഈ കഞ്ഞി പിഴിയുന്ന കഞ്ഞിവെള്ളത്തിൽ നീലവും ഉജാലയും മുക്കി കതറ് തേച്ച് ചുളുങ്ങിയ കതറിട്ട് അവരുടെ ഒരു പുരുഷായുസ് മുഴുവനും ഈ മൂവർണ്ണ കൊടി മാത്രം പിടിച്ച് നടക്കുന്ന ഒരുപാട് പേരവിടെ അവശരായിട്ടുണ്ട്, ഇപ്പോൾ രോഗികളായിട്ടുണ്ട്. അവരുടെ വീടുകളിൽ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ എന്താണ് ഇപ്പോൾ ഈ ന്യൂജൻ ഭാരവാഹികളുമായിട്ട് ഇവർക്കുള്ള ബന്ധം? മറ്റുള്ളിടത്തൊന്നും അവർ പോയിട്ടില്ലല്ലോ. അവരെന്തുകൊണ്ടാണ് ഇവരുടെ മാത്രം വീടുകളിൽ ഈ പോയിരിക്കുന്നതും
ഇവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ, ഇവരുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യുകയും ചെയ്യുന്നത്. അത് അന്വേഷിക്കേണ്ട കാര്യമാണ്. അവർ പ്രതികരിക്കണം. ഇത് പ്രതികരിക്കേണ്ടത് അവിടുത്തെ മുൻ MLA അതുപോലെ തന്നെ ഇപ്പോഴത്തെ DCC പ്രസിഡന്റും MLA ആയിട്ടുള്ള മുഹമ്മദ് ഷിയാസ്, ഈ ആരോപണത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി എന്തിനാണ് അവരുടെ വീട്ടിൽ പോയത്? ഈ MDMA കച്ചവടം നടത്തിയ ഇത്ര വലിയ കേസിൽ പ്രതികളായിട്ടുള്ള ഇവരുടെ വീട്ടിൽ ഇവരെന്തിനു പോയി എന്നുള്ളത് ഇവരൊന്ന് പറയട്ടെ. അപ്പോൾ അതിനുശേഷം ആണല്ലോ അവർ ഭാരവാഹികളാണോ അല്ലയോ എന്നുള്ളത്. കോൺഗ്രസിന് എന്ത് ഭാരവാഹിത്വം ഉള്ളത്? കോൺഗ്രസിനകത്ത് ഇന്ന് പുറത്താക്കുന്നവൻ ഒരുപക്ഷെ നാളെ വേറെ വലിയ നേതാവായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പോൾ അത്തരത്തിലൊന്നുമുള്ള സാങ്കേതികത്വത്തിന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രസക്തിയില്ല എന്നുള്ളത് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. അവർ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരും നേതാക്കന്മാരുമാണ്. കോൺഗ്രസിൻ്റെ അവിടുത്തെ പ്രാദേശിക നേതാക്കളായാലും ജില്ലാ നേതാക്കന്മാർക്കൊക്കെ ഇവരുമായി നല്ല ബന്ധമുണ്ട്. ഇവരുടെ ഈ ഇടപാടുകളെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ അവർക്ക് നേരത്തെ അറിവുണ്ടായിരുന്നിരിക്കണ്ടേ? അതിനെപ്പറ്റി അന്വേഷിക്കണം. അപ്പോൾ ഇപ്പോൾ വലിയൊരു ക്യാമ്പയിൻ കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ, ഓപ്പറേഷൻ തൂഫാനിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെരുമ്പാവൂരിനെയാണ് മോശമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പെരുമ്പാവൂർക്കാരാണ് എന്ന് വേറെ എവിടെയെങ്കിലും നിന്ന് പറഞ്ഞാൽ നിങ്ങൾ പെരുമ്പാവൂരുകാരാണല്ലേ, പെരുമ്പാവൂർ മൊത്തം കുഴപ്പമാണ് എന്നുള്ള നിലയിലേക്ക് പോകുന്ന ഒരു നിലയുണ്ടായി. അവിടെ സംഭവിച്ചത് ഓപ്പറേഷൻ തൂഫാനെ വെറും ഒരു ഭായി പ്രശ്നം മാത്രമാക്കി മാറ്റി. പക്ഷേ അവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റം കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതിൻ്റെ മറവിൽ അതുമാത്രമാണ് ഈ ലഹരി കച്ചവടത്തിൻ്റെ പിന്നിൽ എന്നുള്ള നിലയിലേക്ക് ആക്കി മാറ്റവും ഇത്തരത്തിൽ ലഹരി കച്ചവടം നടത്തുന്ന കേമന്മാരെല്ലാവരും ഈ ഓപ്പറേഷൻ തൂഫാൻ വാരിയറായിട്ട് മാറി എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ട്രാജഡിയാണത്. ഇതിലും വലിയ ദുരന്തം അവിടെ സംഭവിക്കാനില്ല. കുറച്ച് കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് അവിടെ ഈ തൂഫാൻ വാരിയേഴ്സ് പിടിച്ച് കുറച്ച് പേരുടെ തല മൊട്ടയടിച്ചു. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? ശരിക്കും ഈ തൂഫാൻ പ്രവർത്തനത്തെ അട്ടിമറിക്കാനാണോ ചെയ്തത് എന്ന് സംശയമുണ്ട്. അപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പ്രശ്നം മാത്രമാണ് എന്നുള്ള നിലയിലേക്ക് ഇത് വരുത്തി തീർക്കുക. നാട്ടിൽ വളരെ വിദഗ്ധമായിട്ട് ഈ രാസലഹരി കച്ചവടം ചെയ്ത് ഈ ഭരണത്തിൻ്റെ തണലിൽ അവർ തഴച്ചു വളരുന്ന നിലയാണുള്ളത്. അത് ഈ നാടിന്, സമൂഹത്തിനെല്ലാം വലിയ ആപത്താണ്. അതിന് കോൺഗ്രസ് മറുപടി പറയണം.